ഹായ് ഓൾ, വെൽക്കം ടു അഡാക്ട് ബിഫോർ 7 മലയാളം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ മാക്സിമം കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ കാണുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു റിവിഷൻ ആയിരിക്കും. നിങ്ങൾ PSC ബുള്ളറ്റിൻ സെപ്റ്റംബർ പാർട്ട് 1 അതുപോലെ പാർട്ട് 2 അതും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതും കാണുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഫോളോ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എക്സാം ഇല്ലെങ്കിൽ പോലും ഡെയിലി കറണ്ട് അഫയേഴ്സ് മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് അറിയുമെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇവിടെ താഴ്ഭാഗത്തായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പ്ലോർ ഗ്രൂപ്പ് അതിൽ ക്ലിക്ക് ചെയ്യണേ. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം മാത്രം സിൻഷിമിസ് ഫ്രീ PDF എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്, അത് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കാണണം, കറണ്ട് അഫയേഴ്സ് വായിക്കണം, അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ ഹോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. ഹോമിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകൾ ഭാഗത്തായിട്ട് കറണ്ട് അഫയേഴ്സ്, ഇവിടെ മുകൾ ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അവിടെ വായിക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2023 വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ്? പെട്ടെന്ന് ഓപ്ഷൻസ് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 2024 വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ എ ആണ്, എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആണ്. എയർ മാർഷൽ തേജീന്ദർ സിംഗ് ആണ് നമ്മുടെ ആൻസർ. മറക്കരുത്, വ്യോമസേന ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് എയർ മാർഷൽ തേജീന്ദർ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്ത് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായത് ഏതാണ്? 2024 ഓഗസ്റ്റിൽ കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്ത് ബിൽ പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായത് ഏത് സംസ്ഥാനമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്തോളൂ. എന്താണ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, പശ്ചിമ ബംഗാൾ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. പശ്ചിമ ബംഗാളാണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്. 2024 കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്ത് ബില്ല് പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമായത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാളാണ്. അടുത്തത്. 2024 ഹുറൂൺ ഇന്ത്യ പ്രഖ്യാപിച്ച സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്? 2024 ഹുറൂൺ ഇന്ത്യ പ്രഖ്യാപിച്ച സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഗൗതം അദാനി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്. കൂട്ടത്തിൽ തന്നെ ഓർത്തിരുന്നോളൂ, ഏറ്റവും സമ്പന്നനായ മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് MA യൂസഫ് അലിയാണ്. ഏറ്റവും സമ്പന്നനായ മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ MA യൂസഫ് അലി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത്. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഏതാണ്? ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓർത്തിരുന്നോളൂ, ഷീ ബോക്സ് ആണ് കേട്ടോ. ഷീ ബോക്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്തത്. അന്തരിച്ച VP രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു? അന്തരിച്ച VP രാമചന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ അറിഞ്ഞിരിക്കുക. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. VP രാമചന്ദ്രൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. VP രാമചന്ദ്രൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. സിനിമാ മേഖലയിലുള്ള ആളുകളുടെ വിയോഗങ്ങൾ എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. സാധാരണയായിട്ട് വ്യക്തികളുടെ പേര് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് ഫേസ് കണ്ടാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ പേര് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, VP രാമചന്ദ്രൻ സിനിമാ മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി തയ്യാറാക്കിയ ആപ്പ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ഭായി ലോഗ് അല്ലെ, ഭായി ലോഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ.
മറക്കരുത്. അതിഥി തൊഴിലാളികൾക്കായി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് ഭായി ലോഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന ഏത് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? ഓപ്പറേഷൻ പി ഹണ്ട് അല്ലെ. ഓപ്പറേഷൻ പി ഹണ്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാം. അപ്പോൾ ഓപ്പറേഷൻ പി ഹണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് താരം ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തിടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് താരം ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി അല്ലെ, ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? പറഞ്ഞോളൂ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? നമ്മൾ പാരീസ് ഒളിമ്പിക്സും അതുപോലെ തന്നെ പാരാലിമ്പിക്സിൻ്റെയും രണ്ടിൻ്റെയും ടോപ്പിക് വൈസ് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ, ഫുള്ളായിട്ടൊന്ന് കാണുക. നമ്മളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് പഠിക്കാനും ക്ലാസ് ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, ഒക്കെ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് 29 ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കുക, 29 മെഡലുകളാണ് നേടിയത്. ഇതിൽ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം എന്നിവയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ക്ലാസ് എടുത്ത സമയത്ത് എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക, വീണ്ടും ഒന്ന് ഓർത്തെടുക്കുക, റിവിഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ 29 മെഡലുകൾ നേടിയതിൽ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒന്നാം സ്ഥാനത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ്, 2ാം സ്ഥാനത്ത് ബ്രിട്ടനാണ്, 3ാം സ്ഥാനത്ത് അമേരിക്കയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. 18ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ളതും ഓർത്തിരിക്കുക. 18ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നുള്ള കാര്യവും ഓർത്തു വെച്ചിരിക്കുക. ഇനി US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ ആണ്. ആരാണ്? യാനിക് സിന്നർ ആണ് US ഓപ്പൺ. യാനിക് സിന്നർ അല്ലെ, US ഓപ്പൺ യാനിക് സിന്നർ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ എന്നുള്ളത് ഓർത്തിരിക്കുക. US യാനിസ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ, യാനിക് സിന്നർ. ഓക്കെ, അപ്പോൾ US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന് ലഭിച്ചു. ഫൈനൽ പോരാട്ടത്തിൽ USന്റെ ടൈലർ ഫ്രിറ്റ്സിനെയാണ് സിന്നർ തോൽപ്പിച്ചത്. സിന്നറുടെ 2ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണിത് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മറക്കരുത്, US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ ആണ്. ഇനി US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിലോ അതിന്റെ ഉത്തരം എന്താണ്? US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ അറിഞ്ഞു വെച്ചിരിക്കുക, ആര്യന സബലങ്ക. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആര്യന സബലങ്കയാണ് അല്ലെ, ആര്യന സബലങ്ക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഓർത്തിരുന്നോളൂ, ജെസീക്ക പെഗുലയെ വീഴ്ത്തിയാണ് സബലങ്ക കിരീടം നേടിയത്. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ജെസീക്കയാണ് പരാജയപ്പെടുത്തിയത്. സബലങ്കയുടെ 3ാം ഗ്രാൻഡ് സ്ലാം കിരീടം നേട്ടമാണിത്. 2 തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയിട്ടുണ്ട്, 2023 24 നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ആര്യന സബലങ്ക. പുരുഷ വിഭാഗമാണെങ്കിൽ യാനിക് സിന്നർ എന്നും വനിതാ വിഭാഗമാണെങ്കിൽ ആര്യന സബലങ്ക എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. ഓക്കെ, സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം അറിഞ്ഞിരുന്നോളൂ. എന്താണ്? സഹജയാണ്.
സഹജ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. സഹജ എന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട കുട്ടികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിയറ്റ്നാമിൽ കരകയറിയ ഏഷ്യയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ ചുഴലിക്കാറ്റ് ഏതാണ്? വിയറ്റ്നാമിൽ കയറിയ ഏഷ്യയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ ചുഴലിക്കാറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, യാഗിയാണ് കേട്ടോ. യാഗി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വിയറ്റ്നാമിൽ കരകയറിയ ഏഷ്യയിൽ ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ ചുഴലിക്കാറ്റ് ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഓർത്തിരിക്കുക, യാഗി ചുഴലിക്കാറ്റാണ്. യാഗി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഖോയൽ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ടാണ് ചുമതലയേൽക്കുന്നത്? മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഖോയൽ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ടാണ് ചുമതലയേൽക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ അറിഞ്ഞിരിക്കുക, ഓപ്ഷൻ ഡി ആണ്, ക്രൊയേഷ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. അരുൺ ഖോയൽ ക്രൊയേഷ്യ. അരുൺ ഖോയൽ ഏത് രാജ്യത്തിലെ ഇന്ത്യൻ സ്ഥാനപതി ആയിട്ടാണ് ചുമതലയേൽക്കുന്നത്? ക്രൊയേഷ്യ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി അല്ലേ, ശ്രീവിജയപുരം. എന്താണ്? ശ്രീവിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശ്രീവിജയപുരം എന്നാണ്. അടുത്തത്, 2024 US ആൻഡ് വേൾഡ്സ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 US ആൻഡ് വേൾഡ്സ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് ആര് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്താണ് ഉത്തരം? ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 33 ആണ് അല്ലെ. 33 സ്ഥാനമാണ് എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, 2024 US ആൻഡ് വേൾഡ്സ് റിപ്പോർട്ട് നടത്തിയ സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 33 ആണ്. സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യമായിട്ട് തുടർച്ചയായി 3-ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. സർവേ പ്രകാരം ലോകത്തിലെ മികച്ച രാജ്യമായി തുടർച്ചയായി 3-ാം വർഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓർത്തിരുന്നോളൂ, ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ എന്നുള്ളത് ഓർത്തിരിക്കുക. ഒഡീഷയാണ് 2024 സെപ്റ്റംബറിൽ അഗ്നിവീറുകൾക്ക് 10% ജോലി സംവരണം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയ ജോലികളിലാകും സംവരണം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സെപ്റ്റംബറിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? 2024 സെപ്റ്റംബറിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരുന്നു? ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി അല്ലേ, അതിഷി മർലേന എന്നുള്ളത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2024 സെപ്റ്റംബറിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? അതിഷി മർലേനയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഗ്രാമങ്ങളിലേക്ക് കയറി തുടങ്ങിയതായി ആരോപിച്ച് നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ് മേധാ പട്കർ ജലസത്യാഗ്രഹം നടത്തിയ ബർവാനി ജില്ല ഏത് സംസ്ഥാനത്തിലാണ്? സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഗ്രാമങ്ങളിലേക്ക് കയറി തുടങ്ങിയതായി ആരോപിച്ച് നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ് മേധാ പട്കർ ജലസത്യാഗ്രഹം നടത്തിയ ബർവാനി ജില്ല ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം അറിയോ? ഉത്തരം ഓർത്തിരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ് അല്ലെ. മധ്യപ്രദേശ് ആണ് കേട്ടോ, മധ്യപ്രദേശ്. ബർവാനി ജില്ല ഏത് സംസ്ഥാനത്തിലാണ്?
ക്വസ്റ്റ്യൻ ഇതാണ്. സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഗ്രാമങ്ങളിലേക്ക് കയറി തുടങ്ങിയതായി ആരോപിച്ച് നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ് മേധാ പട്കർ ജലസത്യാഗ്രഹം നടത്തിയ ബർവാനി ജില്ല ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ എന്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം എന്താണ്? 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് KN ഹരിലാൽ. ആരാണ്? KN ഹരിലാൽ. KN ഹരിലാൽ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? KN ഹരിലാൽ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. KN ഹരിലാൽ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം. അപ്പൊ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യനും പഠിക്കുക. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം നിലവിൽ വരുന്നത് ഇരവികുളത്താണ്. അപ്പൊ ഇരവികുളം ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഇരവികുളം ഇടുക്കി അല്ലെ? ഇരവികുളം ഇടുക്കിയിലാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം നിലവിൽ വരുന്ന ഇരവികുളം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? മേഘാലയയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. easylottery.in വഴിയായിരിക്കും വിൽപ്പന എന്നുള്ളതും. മേഘാലയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കോൺറാഡ് സാഗ്മ അല്ലെ? മേഘാലയ മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കോൺറാഡ് സാഗ്മ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത്, വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരെന്താണ്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വന്ദേ ഭാരത് മെട്രോ എവിടെയാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഓർക്കുന്ന ആളുകൾ മറക്കാതെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതിന്റെ റൂട്ട് കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് എന്താണ്? നമോ ഭാരത് റാപ്പിഡ് അല്ലെ? നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നുള്ളതാണ് വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്. നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നുള്ളതാണ് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി. ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പെട്ടെന്ന് പറഞ്ഞോളൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. PME ഡ്രൈവ് അല്ലെ? PME ഡ്രൈവ് എന്നുള്ളത് ഓർത്തിരിക്കുക. PME ഡ്രൈവ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച പാനലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച പാനലിന്റെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? രാംനാഥ് കോവിന്ദ് ആണ്. ആൻസർ എന്താണ്? രാംനാഥ് കോവിന്ദ്. ഓർത്തു വച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസ് ആയി തെരഞ്ഞെടുത്തത് ഏതിനെയാണ്? 76ാമത് എമ്മി പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതിനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഷോഗൺ അല്ലെ? ഷോഗൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഷോഗൺ എന്നുള്ളത് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ തന്നെ ഓർത്തിരുന്നോളൂ. ഷോഗൺ ആണ് മികച്ച ഡ്രാമ സീരീസ് എന്ന് പറഞ്ഞു. അതുപോലെ മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിറോയുക്കി. നടൻ എന്ന് പറയുമ്പോൾ ഹീറോ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നടിയാണെങ്കിൽ അന്ന. അപ്പൊ ഹിറോയുക്കി സനാദയാണ് മികച്ച നടൻ, അന്ന സവായ് ആണ് മികച്ച നടി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ വിഭാഗത്തിൽ മികച്ച സംവിധാനവും ഷോഗണിനാണ്. ആകെ 18 പുരസ്കാരങ്ങളാണ് ഷോഗണിന് ലഭിച്ചത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആയത് ആരാണ്? തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിഞ്ഞിരിക്കുക. മോഹന സിംഗ്. ആരാണ്? മോഹന സിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആണ് മോഹന സിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്?
ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ്. ഉറപ്പായിട്ടും ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയാണ് അല്ലേ, നമ്മുടെ ഇന്ത്യയാണ് നേടിയത് എന്നുള്ള ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ചൈനയെയാണ്. ആരെയാണ്? ചൈനയാണ് പരാജയപ്പെടുത്തിയത്. ജുഗ്രാജ് സിംഗ് ആണ് ഇന്ത്യക്കായി ഗോൾ നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 5ാം കിരീടമാണിത് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ആപ്പ് ഏതാണ്? കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ആപ്പ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, രംഗീൻ മച്ചിലിയാണ് കേട്ടോ. ഏതാണ്? രംഗീൻ മച്ചിലി എന്നുള്ളത് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ആപ്പാണ് രംഗീൻ മച്ചിലി. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ്? രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ഏതാണ്? സൂപ്പർ ആപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സൂപ്പർ ആപ്പ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ്. അടുത്തത് ലോക ഓസോൺ ദിനം എന്നാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 അല്ലെ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലോക ഓസോൺ ദിനം എന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്നാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ. എന്താണ്? അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം. അഡ്വാൻസിങ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് എന്നതും അറിഞ്ഞിരിക്കുക. അടുത്തത്, 2024 സെപ്റ്റംബറിൽ പുതിയ വ്യോമസേനാ മേധാവി ആരാണ്? പുതിയ വ്യോമസേനാ മേധാവി VR ചൗധരി ആയിരുന്നു. നിലവിൽ ആരാണ് വ്യോമസേനാ മേധാവി? ഉത്തരം പറഞ്ഞോളൂ. ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, അമർപ്രീത് സിംഗ് ആണ്. ആരാണ്? അമർപ്രീത് സിംഗ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അമർപ്രീത് സിംഗ് ആണ് അമർപ്രീത് സിംഗ് വ്യോമസേനാ മേധാവി ആരാണ്? അമർപ്രീത് സിംഗ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഏത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് നിധിൻ മധുക്കർ ജംദാർ? പറഞ്ഞോളൂ. ഉത്തരം സിമ്പിൾ ആണ് അല്ലെ. ഏത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് നിധിൻ മധുക്കർ ജംദാർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം? രാജ്യത്ത് ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം, രാജ്യത്ത് ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കേരളമാണ്. കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. രാജ്യത്ത് ആദ്യമായി ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് കേരളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 2024 സെപ്റ്റംബറിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ് കേട്ടോ. 2024 സെപ്റ്റംബറിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? തായ്ലൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പോൾ 1ാം സ്ഥാനത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിലോ അത് ഗോവയാണ് കേട്ടോ. ഗോവയാണ് എന്നുള്ളതും ഓർത്തിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം, 2 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞ് ചോദിക്കാം, കേരളമാണ് എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ 1ാം സ്ഥാനത്തുള്ളത് ഗോവയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് അവർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു, സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുന്നു, കേരള സെലക്ട് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഓക്കെ. അതുപോലെ RRB എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് പാക്കൊക്കെ വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോൾ ആ എക്സാംസ് ഒക്കെ കുറേ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും അല്ലേ എക്സാമിനെ പറ്റി. അപ്പോൾ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാം, കൂടുതൽ പഠിക്കാം. അപ്പോൾ എക്സാംസ് ഒക്കെ എഴുതി നോക്കി ഇതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ടെസ്റ്റ് പാക്ക് അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് എടുക്കേണ്ടത്? ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ടെസ്റ്റ് പാക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. എങ്കിലും ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ആപ്പിൽ നിന്നെന്ന് പറഞ്ഞുതരാം. ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റോർ എടുക്കുന്നു, ടെസ്റ്റ് സീരീസ് എടുക്കുന്നു, RRB NTPC. അതിൽ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കൂപ്പൺസ് അവൈലബിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം. Y670S എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു. മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആപ്പ് ത്രൂ അല്ലാതെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ആപ്പിൽ ഫ്രീ ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ചോദിക്കാം, കറണ്ട് അഫയേഴ്സും ഉണ്ട്, ഡെയിലി ക്വിസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും, കമ്മ്യൂണിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സ് കിട്ടും, മൈ കോണ്ടന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഏതൊക്കെ കോഴ്സാണോ പർച്ചേസ് ചെയ്തത് അതിൻ്റെ ക്ലാസ്സസ് കിട്ടും. സ്റ്റോറിലാണ് നമുക്ക് പുതിയ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അഡ 247 മലയാളം ജസ്റ്റ് ഒന്ന് അഡ 247 മലയാളം ടൈപ്പ് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ധാരാളം കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള കോഴ്സുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ റിവിഷൻ ബാച്ച് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ RRB NTPCയുടെ ബാച്ച് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. മെഗാ പാക്ക് എന്ന് പറയുന്നത് കേരള PSC, SSC, റെയിൽവേ, ബാങ്ക് അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന എക്സാംസ് ഒക്കെ ഇതിൽ ആഡ് ആവും കേട്ടോ. ഇപ്പോൾ ഉള്ളത് മാത്രമല്ല, നിങ്ങളുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി കഴിയുന്നത് വരെ ഏതൊക്കെ എക്സാംസ് വരുമോ അതിൻ്റെ എല്ലാം കോഴ്സ് ഇതിൽ ആഡ് ആവും. അപ്പോൾ നല്ലൊരു ഡിസിഷനാണ് കേരള മെഗാ പാക്ക് പർച്ചേസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ RRBയുടെ ഈ ഒരു കോഴ്സാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ബൈ നൗ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി ഉള്ള കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യുക? Y670 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ എമൗണ്ട് കുറയുന്നത് കണ്ടോ? ഇങ്ങനെ കുറവ് എമൗണ്ടിൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ കോഡ് മറക്കരുത്, ഏതാണ്? Y670 ആണ് കേട്ടോ. Y670 ആണ് കൂപ്പൺ കോഡ്. അത് ഓർത്ത് വെച്ചിരിക്കുക. Y670 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഡ 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. മാക്സിമം ഫ്രീ കണ്ടന്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂപ്പൺ കോഡ് മറക്കരുത്, Y670. കേരള മെഗാ പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ ആപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേരാണ് KPSC ഷുവർ ഷോട്ട് സെലക്ഷൻ. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻസേഴ്സ് ഒക്കെ ഒരു 90% എങ്കിലും ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.